പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു കഥയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മൂന്നാമത്തെ അവതാരത്തിൻ്റെ കഥയാണ്. മൂന്നാം അവതാരമാണ് വരാഹാവതാരം. വരാഹപുരാണം, വിഷ്ണു പുരാണം, മഹാഭാരതം എന്നീ പ്രാചീന ഗ്രന്ഥങ്ങളിൽ വരാഹാവതാരത്തെ പ്രതിപാദിക്കുന്നു. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധത്തിലെ 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ആദ്യം വിധാതാവ് ചമച്ചത് 5 തരം അജ്ഞാനവൃത്തികളായിരുന്നു. പാപാത്മകമായ തൻ്റെ പ്രസ്തുത സൃഷ്ടികളിൽ അസന്തുഷ്ടനായ വിരിഞ്ചൻ വീണ്ടും ആത്മസ്വരൂപനായ ഭഗവാനിൽ മനസ്സും ബുദ്ധിയും ശരീരവും ഉപയോഗിച്ച് തപസ്സനുഷ്ഠിച്ചു. ഭഗവത് അനുഗ്രഹം വേണ്ടുവോളം നേടി വീണ്ടും ബ്രഹ്മദേവൻ തൻ്റെ പുതുസൃഷ്ടിയിൽ ഏർപ്പെട്ടു. തുടർന്നുണ്ടായ സൃഷ്ടിയിൽ ആദ്യത്തേത് സനകാദീശ്വരന്മാരായിരുന്നു. അവർ സനകൻ, സനന്ദൻ, സനാതനൻ, സനത്കുമാരൻ എന്നീ നാമധേയങ്ങളിൽ പ്രത്യക്ഷരായി. അവർക്ക് ഭൗതിക സൃഷ്ടികളിൽ ആ ശേഷം താല്പര്യമുണ്ടായിരുന്നില്ല. ആയതിനാൽ പ്രജാവർദ്ധനത്തിനു വേണ്ടിയുള്ള വിധാതാവിൻ്റെ ആജ്ഞയെ കുമാരന്മാർ നിരാകരിച്ചു. കാരണം വാസുദേവനിൽ അകമഴിഞ്ഞ ഭക്തിയുള്ള അവരുടെ ജന്മലക്ഷ്യം തന്നെ വൈകുണ്ഠപ്രാപ്തിയായിരുന്നു. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ വാസസ്ഥാനമായ വൈകുണ്ഠത്തിൽ ദ്വാരപാലകരായി കുടികൊണ്ടിരുന്ന ദേവതകളായിരുന്നു ജയനും വിജയനും. ഇരുവർക്കും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അതേ രൂപമായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഒരിക്കൽ ബ്രഹ്മദേവൻ്റെ മാനസപുത്രന്മാരായ ആ സനകാദികൾ ബ്രാഹ്മണ വേഷധാരികളായി ഭഗവാൻ വിഷ്ണുവിൻ്റെ ദർശനം തേടുന്നതിനായി വൈകുണ്ഠത്തിലെത്തി. അപ്പോൾ വൈകുണ്ഠത്തിന് കാവൽ നിൽക്കുകയായിരുന്നു ജയവിജയന്മാർ. സനകാദികൾ അവിടെ ചെന്നപ്പോൾ അവർ കുട്ടികളായതിനാൽ സനകാദികളെ അകത്തേക്ക് കയറുവാൻ അനുവദിക്കാതെ അനാദരിച്ചു ജയവിജയന്മാർ. അവർ മഹാജ്ഞാനികളായ സനകാദികളാണെന്ന് ദ്വാരപാലകനുണ്ടോ അറിയുന്നു. ഇതിൽ കോപം വന്ന സനകാദികൾ ഉടൻ തന്നെ തങ്ങളുടെ കമണ്ഡലുവിൽ നിന്നും ജലമെടുത്ത് ധ്യാനിച്ച് ശാപവചനങ്ങളോടെ ദ്വാരപാലകന്മാരുടെ മേലെറിഞ്ഞു. അവരിരുവരും 3 ജന്മങ്ങൾ ദാനവന്മാരായി അഥവാ അസുരന്മാരായി ജനിക്കട്ടെ എന്ന് ശപിച്ചു. ഭയപ്പെട്ട ജയവിജയന്മാർ വിഷ്ണുപാദത്തിൽ ചെന്ന് സാഷ്ടാംഗം പ്രണമിച്ച് തങ്ങളുടെ തെറ്റേറ്റു പറഞ്ഞു. മുനികുമാരന്മാരുടെ ശാപത്തിൽ നിന്ന് രക്ഷിക്കാൻ ഭഗവാനും കഴിഞ്ഞില്ല. ഭയപ്പെട്ട അവർ തങ്ങൾ ചെയ്ത തെറ്റിൽ പശ്ചാത്തപിച്ച് സനകാദികളോട് ക്ഷമ ചോദിക്കുകയും ശാപമോക്ഷം നൽകണമേ എന്ന് യാചിക്കുകയും ചെയ്തു. ക്രോധമടങ്ങിയ സനകാദികൾ ജയവിജയന്മാർക്ക് അടുത്ത 3 ജന്മം അസുരന്മാരായി ജനിച്ച് ആ 3 ജന്മത്തിലും മഹാവിഷ്ണുവിൻ്റെ കൈകളാൽ നിഗ്രഹിക്കപ്പെട്ട് അതുവഴി ശാപമോക്ഷം ലഭിക്കട്ടെ എന്ന് ശാപമോക്ഷവും നൽകി. ഇതായിരുന്നു ഭഗവാൻ വരാഹാവതാരം കൈക്കൊള്ളുവാനുള്ള പ്രധാന കാരണം. മുനിമുഖ്യന്മാരിൽ പ്രമുഖനാണ് കശ്യപൻ. ദേവന്മാരുടെയും അസുരന്മാരുടെയും നാഗന്മാരുടെയും പിതാവ് കശ്യപ മഹർഷിയാണെന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യമാരാണ് ദിതിയും അദിതിയും. ദേവന്മാരുടെ മാതാവാണ് അദിതി. മഹാവിഷ്ണുവിൻ്റെ 5-ാമത്തെ അവതാരമായ വാമനൻ അദിതിയുടെ പുത്രനായിരുന്നു. കശ്യപ മഹർഷിയുടെ 2ാമത്തെ ഭാര്യയാണ് ദിതി. ദൈത്യന്മാരുടെ മാതാവാണ് ദിതി. രാജാവായ ദക്ഷപ്രജാപതിയുടെ പുത്രിമാരാണ് ദിതിയും അദിതിയും. ഒരു ദിവസം അസുരഗുണ സമ്പുഷ്ടയായ ദിതി സന്ധ്യാവന്ദന സമയത്ത് പ്രണയപരവശയായി ഭർത്താവായ കശ്യപനെ സമീപിച്ചു. എന്നാൽ കശ്യപൻ തൻ്റെ ഭാര്യയെ ഉപദേശിച്ചു, ദേവി, ഇത് പ്രാർത്ഥനാവേളയാണ്. ഇപ്പോൾ പ്രണയചേഷ്ടകളിൽ ഏർപ്പെടുന്നത് നിഷിദ്ധമാണ് എന്ന്. എന്നാൽ പ്രണയപരവശയായ ദിതി തൻ്റെ ഭർത്താവിനെ വശീകരിച്ച് ഇണചേർന്നു. അങ്ങനെ ഇണചേർന്ന ദിതിക്കും കശ്യപനും 2 പുത്രന്മാർ ജനിച്ചു. അതിലൂടെ ജയവിജയന്മാർ
തങ്ങൾക്ക് കിട്ടിയ ശാപത്തിൻ്റെ ഫലമായി കശ്യപ പ്രജാപതിയുടെയും അസുരമാതാവ് ദിതിയുടെയും ഇരട്ട പുത്രന്മാരായി ആസുരജന്മം സ്വീകരിച്ചു. ഇരുവരെയും ആദി ദൈത്യന്മാർ എന്ന് അറിയപ്പെടുന്നു. അവരാണ് അതിഭയങ്കര അസുര രാജാക്കന്മാരായ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. അങ്ങനെ അസുരന്മാരായി ജനിച്ച ജയവിജയന്മാർ ത്രിലോകങ്ങളെയും വിറപ്പിച്ചുകൊണ്ടാണ് വളർന്നു വന്നത്. ഇരുവരും ബ്രഹ്മദേവനെ തപസ്സു ചെയ്ത് വരങ്ങൾ നേടി 3 ലോകങ്ങളും അടക്കി വാഴുകയും ചെയ്തു. ഒരിക്കൽ ഹിരണ്യാക്ഷൻ സമുദ്രത്തിലിറങ്ങി തൻ്റെ ഗദ കൊണ്ട് തിരമാലകളെ താഡനം ചെയ്ത് നടക്കുന്ന സമയത്ത് ഭയചകിതനായ വരുണദേവൻ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ച് തൻ്റെ സങ്കടമുണർത്തിച്ചു. തൻ്റെ സങ്കടങ്ങളെല്ലാം ഭഗവാനോട് പറഞ്ഞതിന് ശേഷം തന്നെ ഈ ദുരവസ്ഥയിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. വരുണന്റെ സങ്കടം കേട്ട ഭഗവാൻ മഹാവിഷ്ണു ബ്രഹ്മദേവന്റെ നാസാരന്ധ്രത്തിൽ നിന്നും പന്നിയുടെ രൂപത്തിൽ കൈക്കൊണ്ട ഈ അവതാരമൂർത്തിയാണ് വരാഹം. ഈ സമയം ഹിരണ്യാക്ഷൻ ഭൂമിയെ എടുത്ത് പാതാളത്തിലേക്ക് പോകുകയുണ്ടായി. ഇതറിഞ്ഞ വരാഹമൂർത്തി പാതാളത്തിലെത്തി തൻ്റെ തേറ്റയാൽ ഭൂമിയെ ഉയർത്തിയെടുത്ത് അവിടെ നിന്നും പോരുവാൻ തയ്യാറായി. എന്നാൽ ഇത് കണ്ട ഹിരണ്യാക്ഷൻ ഭഗവാന് നേരെ പാഞ്ഞടുത്തു. ഇരുവരും തമ്മിൽ സംവത്സരങ്ങൾ നീണ്ടുനിന്ന ഘോരമായ യുദ്ധം നടന്നു. ദേവേന്ദ്രാദി മുനിശ്രേഷ്ഠർ സാക്ഷികളായിരുന്നു ഈ യുദ്ധത്തിന്. യുദ്ധത്തിനൊടുവിൽ ഹിരണ്യാക്ഷൻ ക്ഷീണിതനാകുകയും വരാഹമൂർത്തി ബലിഷ്ഠമായ തൻ്റെ തേറ്റയാൽ അവൻ്റെ മാറു പിളർന്ന് വധിച്ച് ശാപമോക്ഷം ഏകുകയും ചെയ്തു. ശേഷം ഭൂമിയെ ഭഗവാൻ മഹാവിഷ്ണു വരാഹാവതാരമൂർത്തിയായി തൻ്റെ തേറ്റയിലെടുത്ത യഥാസ്ഥാനത്ത് ഉറപ്പിച്ചു. ദേവാദികൾ ഭഗവാന്റെ അവദാനങ്ങൾ വാഴ്ത്തി സ്തുതിച്ചു. അനന്തരം വരാഹമൂർത്തി ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൽ ലയിച്ചു ചേർന്നു. ജയവിജയന്മാർ പ്രഥമ ജന്മം ഹിരണ്യാക്ഷനും ഹിരണ്യകശുവുമായി ജന്മമെടുത്ത് വരാഹമൂർത്തിയാൽ ശാപമോക്ഷം നേടി. രണ്ടാം ജന്മം രാവണനായും കുംഭകർണനായും ജനിച്ച ശ്രീരാമചന്ദ്രൻ്റെ കൈകളാൽ ഇരുവർക്കും ആ ജന്മവും ശാപമോക്ഷം ലഭിച്ചു. മൂന്നാമത്തെ ജന്മം ഇരുവരും ശിശുപാലനും ദന്തവക്ത്രനുമായി പിറന്നു. ശ്രീകൃഷ്ണ അവതാര സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കൈകളാൽ ശാപമോക്ഷം നേടി ജയവിജയന്മാർ വൈകുണ്ഠം പോകി. ഹിരണ്യാക്ഷവധത്തിനു ശേഷം ആസുര ജന്മത്തിൽ ആറാടിയ ഹിരണ്യകശിപുവിന് ശാപമോക്ഷം നൽകുന്നതിന് കാരണഹേതുവായ 4ാമത്തെ അവതാരം ഉടലെടുത്തു. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ 4ാമത്തെ അവതാര കഥയാണ് അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത്. നരസിംഹാവതാരം. ഇന്ത്യയിലൊട്ടാകെ 23 വരാഹക്ഷേത്രങ്ങൾ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ 3 വരാഹമൂർത്തി ക്ഷേത്രങ്ങളാണ് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രവും എറണാകുളം വാരാപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ വരാഹമൂർത്തി ക്ഷേത്രവും പാലക്കാട് ജില്ലയിലെ പരശുരാമനാൽ പ്രതിഷ്ഠ ചെയ്യപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന പന്നിയൂർ വരാഹസ്വാമി ക്ഷേത്രവും. ഇന്നത്തെ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതട്ടെ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുവാനും കഥ ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത കഥയുമായി ഉടൻ കാണാം. മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ 4ാമത്തെ അവതാരമായ നരസിംഹാവതാരവുമായി. താങ്ക് യു.